കാശ് കൊടുത്ത് മേടിച്ചല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് ചോദിച്ചാലാണ് ആക്കേണ്ട ആൾക്കാരെ ഉപയോഗിച്ചിട്ട് എന്നെ ചവിട്ടി മറത്തിട്ടത്. ഇരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുന്ന കണ്ടില്ലേ? എന്നാണമില്ല അമ്മാവ, നിങ്ങൾ കുടുംബത്തിന്റെ പേര് കളയാനായിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ചാടി അവന്റെ നെഞ്ചിലോട്ടേക്ക് ചവിട്ടണ്ടേ? എന്ത് നമ്മളെ പോലെയാണ് വയസ്സാണല്ലേ ചാടി അങ്ങ് ചവിട്ടി എന്ത്? പിന്നെ അതെ, അമ്മാവനെ ചവിട്ടുകൊണ്ടോന്നും ഒരു പ്രശ്നമല്ല. അത് പ്രശ്നമാണത്. എനിക്കിപ്പോ അതല്ല പ്രശ്നം. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച 2 സെന്റ് സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടണം. എന്റെ അമ്മാവ 2 സെന്റ് അല്ലേ, അതങ്ങ് പോട്ടേന്ന് വെക്ക. എന്തിനു വെറുതെ വഴക്കിന് പോണത്? ഈ പെണ്ണിന് എന്താ പറഞ്ഞു? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ. ആ 2 സെന്റ് സ്ഥലത്തിന് ഇപ്പൊ എന്താ വില എന്നറിയോ? ഞാൻ ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വിളിച്ച എന്തിനാന്നറിയോ? ഒരു കാര്യം പറയാനാ. അമ്മാമ്മനിപ്പോ ഈ ചീരത്തോട്ടം സാധനമൊന്നും വേണ്ട. എന്റെ പിറ്റകാലം ഈ 2 സെന്റ് സ്ഥലം ആര് മുഖാന്തരമാണോ എനിക്ക് തിരിച്ചു കിട്ടുന്നത് അവർക്ക് ഞാൻ അവിടെ എഴുതി തരും. അതിനിപ്പോ ക്ലീശോനായാലും ശരി, കനകനായാലും ശരി. അല്ല, 14 സമയമല്ലല്ലോ. അത് ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇടപെട്ടിട്ടായാലും ശരി, എനിക്ക് എന്റെ 2 സെന്റ് സ്ഥലം കിട്ടണം. അപ്പം വാ. അടിക്കും പിടിക്കൊന്നും പോവരുത് കേട്ടോ. ഞാനും അമ്പിളിക്കൂട്ടനല്ലേ പോകുന്നത്. നമ്മൾ സംസാരിച്ച് എന്താണ് കാര്യം എന്ന് അറിയണ്ടേ? അങ്ങനെ ഒരാൾ ആരും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ, നമ്മളമ്മവനല്ലേ. അപ്പൊ അയാളുടെ ശേഷാനം കറങ്ങി ഒന്നല്ല. അപ്പൊ നമുക്കും പോണമല്ലോ. പോയി കാര്യങ്ങൾ കണ്ട് സംസാരിച്ച് എന്താണ് വേണ്ടത് അതുപോലെ ചെയ്യാം. അതിന് അടിയും പിടിയൊന്നുമില്ല. പോവാ. എന്ത് അല്ല വഴക്കൂടണ്ട. വഴക്കൊന്നുമില്ല. മാമ നടക്കട്ടെ. ഇതിലൊക്കെ ചെന്ന് ഇടപെട്ടാലേ അവസാനം നാറ്റക്കേസാവും. നാറ്റക്കേസ് 2 സെന്റിന് വേണ്ടിയിട്ട് കിടന്നു.